ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 25. ഇന്ന് ലൈവിൽ നടന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ അനീഷും ആദിലും നമ്മൾ പൊരിഞ്ഞ വഴക്കാണ് കേട്ടോ. ആദിലയുടെ നാക്കിന് ഇത്രക്ക് നീളമുണ്ടെന്നുള്ളത് ഈ ലൈവ് കണ്ടതോടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമായിരിക്കും. അനീഷ് കുറേ തവണ ആദിലേനെ വന്ന് വിളിക്കുന്നുണ്ടാ, ആദില എണീക്ക്, ആദില പോയി പാത്രം കഴുകുന്നൊക്കെ പറഞ്ഞ് 100-200 പ്രാവശ്യമെങ്കിലും ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. ആദില മൈൻഡ് ആക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആദില എണീറ്റ് അനീഷിനെ പറയാതൊന്നുമില്ല കേട്ടോ. എന്ത് ചീത്തയാണ് പറഞ്ഞത്. എന്താ പറയുക, ഇങ്ങനെ തർക്കുത്തരം പറയാം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാം, പക്ഷേ ഒരു സംസ്കാരം വേണം വായിന്ന് വരുന്ന ഓരോ വാക്കിനും, അല്ലേ? അതൊന്നും ഇല്ലാതെയാണ് ഈ പെങ്കൊച്ച അവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ചുറ്റും ക്യാമറയുണ്ട്, ഇതൊക്കെ ജനങ്ങൾ കാണുകയാണെന്നുള്ളൊരു ബോധം പോലും ഉണ്ടായിരുന്നില്ല. ഒട്ടും സംസ്കാരമില്ലാത്ത രീതിയിലാണ്, തെറിക്ക് തുല്യമായിട്ടുള്ള വാക്കുകളുടെയൊക്കെയാണ് കേട്ടോ അനീഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തെറിയല്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാം തന്നെ അനീഷിനെ നന്നായിട്ട് തന്നെ അതിൽ ഒച്ചപ്പാടാക്കിയിട്ടുണ്ടത്. ഭയങ്കര അലമ്പായിരുന്നു. ആ ലൈവ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഭയങ്കര മോശമായിട്ട് തന്നെയാണ് അതിൽ സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് അനീഷ് പറഞ്ഞതൊന്നും അതില കേൾക്കുന്നില്ല. അനീഷ് പറയുന്നുണ്ട്, അതില പോയി പാത്രം കഴുകി വെക്ക്, ജിഷിൻ കഴുകി വെച്ചല്ലോ, ഇനി അതിലൊക്കെ അല്ലേ, അതിലെന്താ കഴുകി വെക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെയ്യാമെന്നോ അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്നോ അതൊന്നും പറയുന്നില്ല. ചെയ്യാ ഇത് മാത്രമേ പറയുന്നുള്ളൂ. അനീഷാണെങ്കിലും നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതില പോയി പാത്രം കഴുകും. സോ നമുക്ക് ഇവിടെ അനീഷിനെയും കുറ്റം പറയാൻ പറ്റില്ല. അനീഷിന് വേണമെങ്കിൽ അതിലൊക്കെ ആ ഒരു സ്പേസ് കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ട്. ആ പെങ്കുച്ച് പോയി ചെയ്തോളും, അവൾക്കറിയാലോ അതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അനീഷാണെങ്കിൽ ആ പാത്രം മൊത്തം ഈച്ചരിക്കും, കൊതുക് വരും, അത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെടുത്ത് ഒരു 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് പോയി പാത്രം കഴുകാൻ പറഞ്ഞിട്ട്. അതിലവിടെ കിടക്കണ കാരണം തന്നെ അനീഷ് അവിടെ നിന്ന് എണീറ്റ് ഞാൻ കഴുകി വെച്ചോളാം, ഇനി കഴുകണ്ടെന്ന് പറഞ്ഞിട്ട് അനീഷ് നേരെ കിച്ചണിലേക്ക് പോയി പാത്രം കഴുകാൻ പോയപ്പോഴേക്കും അതിൽ ഓടി വന്ന് കിച്ചണിൽ ഭയങ്കര ഷോ ആയിരുന്നു. അവിടെ നിന്ന് സ്പൂണൊക്കെ വലിച്ച് താഴേക്ക് എറിയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ സോപ്പൊക്കെ ഇട്ട് പതപ്പിക്കുന്ന സമയത്ത് ബിന്നിയാന്ന് തോന്നുന്നു പറയുന്നുണ്ട്, ആ ക്യാമറയിലേക്ക് ഒന്ന് തെറിപ്പിക്കലേന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ആ ഒരു ഒച്ചപ്പാട് എല്ലാവരും അത് ഏറ്റെടുത്തു. നമ്മുടെ ഷാനവാസ് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. എന്നിട്ട് അവസാനം ഷാനവാസം പറയുന്നുണ്ട് അനീഷിന് കുറച്ച് സ്പേസ് അതിലേക്ക് കൊടുക്കായിരുന്നു എന്നുള്ള രീതിയിൽ അനീഷിൻ്റെ അടുത്തും പറഞ്ഞു. പക്ഷേ അതിലെന്നെ തന്നെ കുറ്റപ്പെടുത്തിയാണ് ഷാനവാസ് അവിടെ നിന്ന് കേട്ടോ. അതിലെ പെട്ടി കിടക്കുന്ന സമയത്ത് അനുമോളൊക്കെ അവിടെ പറയുന്നുണ്ട്, അതിലെ അവിടെ ചെയ്തോളും, അനീഷോട് പൊയ്ക്കോ, അവൾ കുറച്ച് കഴിയുമ്പോൾ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അനീഷ് അതൊന്നും വകവയ്ക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിലെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്.